ഇറാഖിലെ അൽ അസാദ് എയർബേസിൽ യുഎസിനും സഖ്യസേനയ്ക്കുമെതിരെ തിങ്കളാഴ്ച നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി യുഎസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി യുഎസ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇറാഖിലെ അൽ അസാദ് എയർബേസിൽ യുഎസിനും സഖ്യസേനയ്ക്കും നേരെ ഇന്ന് സംശയാസ്പദമായ റോക്കറ്റ് ആക്രമണം നടന്നതായി ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയും, ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരവധി യുഎസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമിക സൂചന. ബേസ് ഉദ്യോഗസ്ഥർ ആക്രമണാനന്തര നാശനഷ്ട വിലയിരുത്തൽ നടത്തുന്നു. കഴിഞ്ഞയാഴ്ച ടെഹ്റാനിൽ വെച്ച് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിന് ഇസ്രയേലിനെതിരെ ഇറാന്റെ പ്രതികാര നടപടിക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലെ ഉയർന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ആക്രമണം. ഹനിയയുടെ കൊലപാതകത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ഹനിയയെ കൊല്ലുന്നതിന് ഒരു ദിവസം മുമ്പ് ബെയ്റൂട്ടിൽ തങ്ങളുടെ ഉന്നത കമാൻഡർമാരിൽ ഒരാളെ വധിച്ചതിന് ശേഷം ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് പ്രതിജ്ഞയെടുത്തു. മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പും ഒരു ഫൈറ്റർ സ്ക്വാഡ്രണും അധിക യുദ്ധക്കപ്പലുകളും അയച്ചുകൊണ്ട് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഈ മേഖലയിലേക്ക് അധിക സൈനിക ആസ്തികൾ ഉത്തരവിട്ടതിന് തൊട്ടുപിന്നാലെയാണിത്.